നമ്മളിപ്പോൾ നിൽക്കുന്ന തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. വിജയകുമാർ ഓൾറെഡി പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ നമ്മുടെ ഇടുക്കിയുടെ ആവശ്യമായ ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ഇടുക്കിക്കാരനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ എന്തിൻ്റെ ചെയർമാനാണ് അങ്ങ്? ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചെയർമാനാണ്. പുഷ്പാങ്കദൻ. അപ്പോൾ നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഉത്സവത്തെക്കുറിച്ചൊന്ന് പറയും. ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇത് ചരിത്രപ്രസിദ്ധമായ ഉത്സവമാണ്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കീഴിൽ ഏതാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണിത്. റാണി പത്മനാഭ തമ്പുരാട്ടിയുടെ കാലത്താണിത് പുനർനിർമ്മാണം നടത്തി പുനഃപ്രതിഷ്ഠ നടത്തുന്നത്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രികൾ കാവല്ലൂർ രാമനാട് വാസുദേവൻ നമ്പൂതിരിയുടെ കുടുംബത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രം 7 ക്ഷേത്രങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പായ്മ ക്ഷേത്രം, തൃശ്ശൂർ അടക്കം 7 ക്ഷേത്രങ്ങളിൽ പ്രധാനമായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അതിരാവിലെ 3 മണിക്ക് നമ്മുടെ നിവേദ്യമായിട്ടാണ് ഈ നട തുറക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട്, 2:30 നട തുറക്കുന്ന ക്ഷേത്രം കഴിഞ്ഞാൽ തിരുവാർപ്പിലാണ് രാവിലെ 2:30 നടക്കുന്നത്. അതിനുശേഷം 3 മണിക്ക് നിവേദ്യമായിട്ടാണ് തന്ത്രി നട തുറക്കുന്നത്. അതായത് ഉണ്ണിക്കണ്ണനാണ് പ്രതിഷ്ഠ. ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോഴേ പഴയ കാലത്തെ ഈ നാട്ടിൽ, നമ്മുടെ എല്ലാ നാട്ടിലും പുള്ളിൻ പ്രാവിന്റെ ഉദരം ഉണ്ടായിരുന്നപ്പോൾ പുള്ള് പ്രാവും പ്രതിഷ്ഠ വെച്ച കുട്ടികളുടെ അസുഖം മാറുമെന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. രണ്ടാമത് ഈ ഉത്സവം സംബന്ധിച്ച് പറയുമ്പോഴും ഇത് നാടിന്റെ ഉത്സവമാണ്. ഇവിടെ ഒരു 10,000 പേര് ഉത്സവത്തിന് ഭക്ഷണം കഴിക്കാത്ത. ഉത്സവം തീരുന്നത് 3-ാം തീയതി. 10 ദിവസം നീണ്ടിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. വാർത്തയ്ക്ക് 31-ാം തീയതി MG ശ്രീകുമാർ വരുന്നുണ്ട്. ഭക്തി ഗാനമേള. അതെ, 1-ാം തീയതി അതൊക്കെ നമ്മോട് പറയാറുണ്ട്. 4-ാം തീയതി നവ്യാന. നമുക്ക് ഇനി വാർത്തയ്ക്കൊക്കെ സമയമായി. അപ്പൊ അങ്ങ് ഇവിടെ വെച്ച് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഉറക്കക്ഷീണം മുഖത്തുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുക. ഓക്കെ, താങ്ക് യു ജി പുഷ്പാകന്ദൻ ജി. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖല്ലേ? ഉത്സവത്തിന് വന്നാണോ? ഇവിടെ തന്നെയാണോ വീട്? രാവിലെ വന്നെന്ന് തോന്നുന്നു. വാർത്തയൊക്കെ കാണാറുണ്ട് എല്ലാം. നിങ്ങളെല്ലാം ഓക്കെ ആണെന്ന് അറിയുന്നതിന് വളരെ സന്തോഷം.